ബോട്ടുകളോ ട്രാക്കുകൾ ഓടിച്ചാൽ പോലീസ് ട്രക്ക് ചെയ്തുകൊണ്ട് സ്പീഡ് ബോട്ട് പോകും. പറഞ്ഞേര്, സ്പീഡ് ബോട്ട് ഇതിനകത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പീഡ് ബോട്ടിൻ്റെയും കൊച്ചുവള്ളങ്ങളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ചെറിയ ആറ്റിൽ വള്ളങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുവാൻ പാടില്ല എന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വള്ളം വിട്ടുകഴിഞ്ഞിരിക്കുകയാണ്. PG കരിപ്പുഴയും പുന്നത്രപ്പുരക്കനും തമ്മിലുള്ള കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബും അജയി ബോട്ട് ക്ലബ്ബ് കാഞ്ഞിരം തുരുത്തിയും തമ്മിലുള്ള വാശിയേറിയ മത്സരം. ക്യാപ്റ്റൻ സാം കക്കുഴി ക്യാപ്റ്റനായുള്ള PG കരിപ്പുഴ, സുജിത്ത് PS ക്യാപ്റ്റനായുള്ള പുന്നത്രപ്പുരക്കൻ. 2 B ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇനിയും ഈ ട്രാക്കിൽ നടക്കുന്നത്. വാശിയേറിയ മത്സരത്തിൻ്റെ കാഴ്ചക്കാരായി അങ്ങനെ ഇരു കരകളിലും അങ്ങനെ വെള്ളത്തിലും വള്ളത്തിലുമൊക്കെയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ആയിരങ്ങൾക്ക് നയന മനോഹര സുന്ദരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഈ ആനപ്രമ്പയുടെ ഈ ക്ഷേത്രക്കടവിൽ അങ്ങനെ രാജാക്കന്മാർ എഴുന്നള്ളി ഈ വഴിയിൽ ചെമ്പകശ്ശേരി രാജാവിൻ്റെ എഴുന്നള്ളത്തിന് വഴിയൊരുക്കി ഈ പാതയോരം പോലെ കിടക്കുന്ന ഈ പമ്പയുടെ കൈവഴിയിൽ സുന്ദര മനോഹരമായ മറ്റൊരു രാജയാത്ര തന്നെയാണ് നടക്കുവാൻ പോകുന്നത്. ശ്രീനാരായണ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം ഒരു രാജപരിവാരങ്ങളോടുകൂടിയുള്ള മനോഹര സുന്ദരമായ യാത്ര കാണുവാൻ, വാശിയേറിയ യാത്ര കാണുവാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വലിയ രാജാക്കന്മാരുടെ അകമ്പടിയോടുള്ള യാത്രയ്ക്ക് പൗരസമിതി നൽകിയ സ്വീകരണം പോലെ ആനപ്രമ്പാൾ ജലോത്സവത്തിൻ്റെ ശ്രീനാരായണ ട്രോഫിക്ക് വേണ്ടിയുള്ള വാശിയേറിയ മത്സരത്തിൻ്റെ 6ാമത് ശ്രീനാരായണ ട്രോഫി വെപ്പ് A ഗ്രേഡ് വെള്ളത്തിൽ ആർക്ക് ലഭിക്കുമെന്നറിയുവാനുള്ള ആകാംക്ഷയോടുകൂടി ഇരു കരകളിലും കാണികൾ അങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ്. പ്രകൃതി പോലും അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. പമ്പ അങ്ങനെ ശാന്തമായി വെള്ളി മേഘങ്ങൾ തെന്നി മാറുന്നത് പോലെ കുഞ്ഞോളങ്ങളെ തഴുകി മാറ്റിക്കൊണ്ട് അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് മാരി വില്ലുകളെ വാരി ഇതറിക്കൊണ്ട് മാസ്മരിക പ്രകടനത്തിൻ്റെ ഉന്നത കാഴ്ചകൾക്ക് ഈ പമ്പയാർ സാക്ഷ്യം വഹിക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ PG കരിപ്പുഴയും പുന്നത്രപ്പുരക്കനും തമ്മിലുള്ള വാശിയേറിയ മത്സരം അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. വാശിയേറിയ മത്സരം ഇവിടെ നിന്നാൽ നമുക്ക് കാണുവാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. മത്സരത്തിന്റെ തുറന്നുള്ള ദൃക്സാക്ഷി വിതരണത്തിന് ഞാൻ സന്തോഷം കൈമാറുന്നു. നന്ദി MG കൊച്ചുമോൻ. ഇപ്പോൾ നടക്കുന്നത് വെപ്പ് B ഗ്രേഡ് വള്ളങ്ങളുടെ 1ാം പാദ മത്സരമാണ്. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് PG കരിപ്പുഴയെങ്കിൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗം ക്യാപ്റ്റൻ സാം കക്കുഴി. 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് പുന്നത്രപ്പുരയ്ക്കൽ ടീം അജയ് ബോട്ട് ക്ലബ്ബ് കാഞ്ഞിരത്തുരുത്തിന്റെ ക്യാപ്റ്റൻ സുജിത് PS നേതൃത്വത്തിൽ കടന്നു വരുന്നു. ഇങ്ങനെ 2 ജലരാജാക്കന്മാർ, 2 വെപ്പ് B ഗ്രേഡ് വള്ളങ്ങൾ. വെപ്പ് വള്ളങ്ങൾക്ക് ചരിത്രമുണ്ട്. പരുന്തുവാലൻ വള്ളങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന വെപ്പ് വള്ളങ്ങൾ പണ്ട് നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് ചുണ്ടൻ വള്ളങ്ങളെ പടക്കപ്പലുകളായി ഉപയോഗിച്ചിരുന്നപ്പോൾ ആ ചുണ്ടൻ വള്ളങ്ങൾക്ക്, ആ പടക്കപ്പലുകൾക്ക് പാചക വള്ളങ്ങളായി ഈ വെപ്പുവള്ളങ്ങൾ അകമ്പടി പോയിരുന്നതെങ്കിൽ ഇന്ന് കാലം മാറി, രൂപം മാറി, ജലജറ്റ് പോലെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഞങ്ങൾക്ക് മുന്നിലൂടെ പാഞ്ഞെടുക്കുന്ന ജലയാനങ്ങളായി മാറിയെങ്കിൽ 1ാം ട്രാക്കിലൂടെ PG കരിപ്പുഴ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിലൂടെ പുന്നത്രപ്പുരയ്ക്കൽ കടന്നു വരുന്നു. ഇങ്ങനെ 2 ജലരാജാക്കന്മാർ പുന്നത്രപ്പുരയ്ക്കൽ ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് ചരിത്രങ്ങളുടെ കഥ പറഞ്ഞ വള്ളം മാറണം. ആ ട്രയറെ 2-വേ കടക്കുന്നവർ നിങ്ങൾ മാറിക്കൊടുക്കണം. 2 ജലരാജാക്കന്മാർ കടന്നു വരുന്നു. PG കരിപ്പുഴയും പുന്നത്രപ്പുരയ്ക്കനും ചരിത്രങ്ങളുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച പുന്നത്രപ്പുരയ്ക്കൽ, കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പുന്നത്രപ്പുരയ്ക്കൽ 2-1 കടന്നു വരികയാണ്. PG കരിപ്പുഴ 2ാം സ്ഥാനം നെഹ്റു ട്രോഫിയിൽ നേടി ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ അല്പം പിന്നിലായെങ്കിൽ പോലും ഈ ആനപ്രമ്പാൽ ജലോത്സവത്തിൽ ചരിത്രങ്ങളുടെ ഇടന്താളുകളിൽ ഞങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് PG കരിപ്പുഴയും പുന്നത്രപ്പുരയ്ക്കൽ ലീഡെടുക്കുകയാണ്. അതെ, 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന PG കരിപ്പുഴ. ഇരുകരകളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാണികൾ ആവേശഭരിതരായി തിലത്തുള്ളികളെ തങ്ങളുടെ മത്സരാർത്ഥികളുടെ ദേഹത്തേക്കൊക്കെ കോരി ഒഴിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അതെ, പുന്നത്രപ്പുരയ്ക്കൽ PG
കരിപ്പുഴ പുന്നത്രപ്പുരയ്ക്കൽ PG കരിപ്പുഴ അല്പം മുമ്പിലായി കടന്നു വരികയാണ്. PG കരിപ്പുഴ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. ജലജറ്റ് പോലെ പാഞ്ഞെടുക്കുന്നു PG കരിപ്പുഴ. അതെ, നല്ല വ്യത്യാസത്തിൽ PG കരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴ ഞങ്ങൾക്ക് മുന്നിലൂടെ ജലജറ്റ് പോലെ കടന്നുപോയെങ്കിൽ പുന്നത്രപ്പുരയ്ക്കലും കടന്നു വരികയാണ്. ഇത് ഒന്നാം പാദ മത്സരമായിരുന്നെങ്കിൽ